ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മത്തി വറുത്തതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മലയാളികളെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മീനാണല്ലോ മത്തി. ഇതിനു വേണ്ടി ആദ്യം ഒരു അരപ്പൊന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ പൊരിക്കാനുള്ള മത്തിയും നല്ലതുപോലെ കഴുകി അത് നന്നായിട്ട് വരഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊന്നും കായം ചേർക്കാറില്ല, പക്ഷേ കായം കൂടി ചേർത്ത് പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. കായം കൂടെ ചേർത്ത് ആ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മത്തിയിലോട്ടേക്ക് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ മസാല ഈ മീനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഞാനൊരു 1 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടും. മത്തി മാത്രമല്ല, വേറെ മീനുകളും നമുക്ക് ഇതുപോലെ തന്നെ ഇതേ അരപ്പിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ മത്തി പൊരിക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ, അത് കുറഞ്ഞ് കിട്ടും. ഇനി ചെറിയ തീയിൽ ഇതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിൽ മത്തി പൊരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഒരു സൈഡിലോട്ട് മാറ്റി അതിൽ എണ്ണയൊക്കെ ഒന്ന് വാർന്നു പോകട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല മൊരിഞ്ഞ അതുപോലെ തന്നെ നല്ല രുചിയുള്ള മത്തി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലല്ല പൊരിക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.